സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു സത്യവിശ്വാസിയെ രണ്ട് നിലയിൽ അല്ലാഹു പരീക്ഷിക്കും. ക്ഷേമം കൊടുത്തുകൊണ്ടും അതുപോലെ തന്നെ ക്ഷാമം, ബുദ്ധിമുട്ട്, പ്രയാസം കൊടുത്തുകൊണ്ടും അല്ലാഹു പരീക്ഷിക്കും. ഈ രണ്ട് പരീക്ഷണങ്ങളും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹമാകുന്നു. ക്ഷേമമുണ്ടാകുമ്പോൾ അവൻ അല്ലാഹുവിന് നന്ദി രേഖപ്പെടുത്തൽ കൊണ്ട്, അതുപോലെ തന്നെ ക്ഷാമമുണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ട്, പ്രയാസം സംഭവിക്കുമ്പോൾ അതിനെ ക്ഷമിച്ചുകൊണ്ടും സത്യവിശ്വാസിക്ക് അവൻ്റെ കാര്യങ്ങൾ നന്നാക്കിയെടുക്കാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ അടുക്കൽ തൃപ്തിപ്പെട്ട അമലാക്കി മാറ്റാൻ സാധിക്കും. ആദരവായ അഷ്റഫുൽ ഹൽക്ക് നബി മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പഠിപ്പിച്ചു തരുന്നു, അജബൽ ലി അംരിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിൻ്റെ കാര്യം മഹാ അത്ഭുതമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, ഇന്ന അംറഹു കുല്ലഹു ഖൈറുൻ ലഹ്, അവനിക്കുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും അവനക്ക് ഖൈറാണെന്ന് പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ. ഇതൊരു സത്യവിശ്വാസിക്കല്ലാതെ വേറെ ആർക്കാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇന്ന സ്വാബത്തുഹു സറാഅ ശകറ, അവനക്ക് ഒരു അനുഗ്രഹം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിക്കഴിഞ്ഞാൽ അവനതിന് നന്ദി രേഖപ്പെടുത്തും. നന്ദിയുള്ള അടിമയായിക്കൊണ്ട് അല്ലാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ട് ആ സത്യവിശ്വാസി അല്ലാഹുവിന് എല്ലാ നിലയ്ക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അത് വകാന ഖൈറുൻ ലഹ്, അതവനക്ക് ഖൈറാകുന്നു. വഇന്ന സ്വാബത്തുഹു സറാഉ സബറ ഫകാന ഖൈറുൻ ലഹു, ഇനി അവനക്കൊരു ബുദ്ധിമുട്ട്, പ്രയാസമുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ അതിൻ്റെ പേരിൽ വ്യാകുലപ്പെടുത്തുകയില്ല. അവൻ ഫസ്വബറ, അവൻ അതിൻ്റെ പേരിൽ ക്ഷമിക്കുന്നു. ഫകാന ഖൈറുൻ ലഹു, അതവനക്ക് ഖൈറാണെന്ന് മുത്ത് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പോൾ ഒരു സത്യവിശ്വാസി അവനക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ അവൻ അക്ഷമനാകാൻ പാടില്ല. അവൻ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ അവനക്കുണ്ടാകുന്ന സന്തോഷങ്ങളിൽ അവൻ മറക്കാൻ പാടില്ല. അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവൻ നന്ദിയുള്ള അടിമകളിൽ പെടണം. ബലാ മുസീബത്ത് ക്ഷമിക്കുക എന്നുള്ളത് അള്ളാഹു അടിമയ്ക്ക് നൽകുന്നൊരു മഹത്തായ അനുഗ്രഹമാകുന്നു. മൂന്നേറ്റമാകുന്നു. മഹത്തുക്കൾ പറയുന്നു, വസ്സബ്റു സലാസത്തുൻ വ, ക്ഷമ എന്നുള്ളത് അത് മൂന്ന് വിഭാഗമാകുന്നു. ഒന്നാമത്തത് അവ്വലഹു അസ്സബ്റു അല തുഅതി, വഴിപ്പെടുന്നതിൻ്റെ മേൽ ക്ഷമിക്കുക. അള്ളാഹുവിനെ നമസ്കരിക്കുക, നോമ്പ് പിടിക്കുക പോലുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലുണ്ടാകുന്ന ആ ഒരു ലദ്ദത്ത് അവനക്കത് ലഭിക്കണമെങ്കിൽ അവൻ ക്ഷമിക്കണം. സുബഹി നമസ്കാരം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പള്ളിയിൽ ചെന്ന് നമസ്കരിക്കുക. അപ്പോൾ അതുപോലെ നന്മയായ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ മേൽ ക്ഷമിക്കുക. രണ്ടാമത്തെ വസാനി വസ്സബ്റു അലൽ മആസി, പാപങ്ങളുടെ മേൽ, പാപങ്ങൾ ചെയ്യാതിരിക്കുന്നതിൻ്റെ മേൽ ക്ഷമിക്കുക. അതാകുന്നു രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തതോ മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നു, അവനുണ്ടാകുന്ന ബലാമുസീബത്തുകളുടെ മേൽ ക്ഷമിക്കുക. അവനക്കുണ്ടാകുന്ന ആപത്ത്, ഇടങ്ങേറുകൾ ക്ഷമിക്കുക. അള്ളാഹു നൽകുന്ന മഹത്തായ സൗഭാഗ്യമാകുന്നു. മഹാനായ അബൂ തുൽഹാ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹുവിൻ്റെ സംഭവം വളരെയധികം പ്രശസ്തമാണ്. മഹാനായ അബൂ തുൽഹാ റളിയല്ലാഹു തആല അൻഹു യുദ്ധത്തിന് പോയിരിക്കുന്ന സന്ദർഭത്തിൽ മഹദിയായ
അബൂ തുൽഹയുടെയും ഉമ്മു സലമയുടെയും പുത്രൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയതായ ആ ഒരു പൊന്നുമോനുണ്ടായിരുന്നു. പൊന്നുമോനിക്ക് രോഗം ബാധിച്ച് വളരെ പെട്ടെന്ന് തന്നെ ആ പൊന്നുമോൻ മരണപ്പെട്ടു പോയി. എന്നാൽ ഈ ഒരു സംഭവം മഹാദിയായ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ തൻ്റെ പ്രിയപ്പെട്ട കുടുംബക്കാരോട് പറഞ്ഞു, ഞാൻ അബൂ തുൽഹയോട് ഈ സംഭവം എൻ്റെ മകൻ മരണപ്പെട്ടതായ കാര്യം പറയുന്നതുവരെയും നിങ്ങളാരും തന്നെ പറയാൻ പാടില്ല. അങ്ങനെ ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ അബൂ തുൽഹ റളിയല്ലാഹു തആല അൻഹു ആഹ്ലാദം മുട്ടുന്ന ആനന്ദത്തോടുകൂടി തൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു വരുന്നു. ഉമ്മു സലൈം 2 കൈയും നീട്ടി സ്വീകരിക്കുന്നു. വൈകുന്നേരമാകുമ്പോൾ മഹാനായ അബൂ തുൽഹ റളിയല്ലാഹു തആല അൻഹുവിന് കുളിക്കാനുള്ള വെള്ളം നൽകുന്നു, കഴിക്കാനുള്ള ഭക്ഷണം നൽകുന്നു. ഭക്ഷണം കഴിച്ചു, അതുപോലെ തന്നെ കുളിയും കഴിഞ്ഞു. എന്നിട്ട് രാത്രിയിൽ ഭാര്യയോടൊപ്പം സന്തോഷത്തോടുകൂടി സല്ലപിച്ചുകൊണ്ട് കിടപ്പറ പങ്കിട്ട് ഭാര്യ ഭർത്തൃ ബന്ധത്തിലേർപ്പെട്ടു. ശേഷം മഹദിയായ ഉമ്മു സുലൈമ റളിയല്ലാഹു തആല അൻഹു തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് ചോദിക്കുന്നു, അല്ലയോ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെയോ? മഹാനായ അബൂ തുൽഹ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, എന്താണ് പ്രിയപ്പെട്ടവളെ, പറയൂ. ആ സമയത്ത് മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ലൗ അന്ന ഖൗമൻ ഇസ്തറദ്ദു വദീഅതഹും ഫഹൽ യംനഊനഹാ. എൻ്റെ പ്രിയപ്പെട്ടവനെ, ഏതെങ്കിലും ഒരു സമൂഹം നമ്മോട് ഏതെങ്കിലും ഒരു അമാനത്തായ ഒരു കാര്യം നമ്മെ ഏൽപ്പിച്ചു, ഈ സാധനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞു തരുന്നു, എന്നാൽ പിന്നീട് ആ സാധനം തിരിച്ചു ചോദിക്കുമ്പോൾ നാം അത് കൊടുക്കണോ അതല്ല കൊടുക്കാതിരിക്കണമോ? അബൂ തുൽഹ റളിയല്ലാഹു തആല അൻഹു പുഞ്ചിരിയോടുകൂടി പറയുന്നു, എന്താണ് പ്രിയപ്പെട്ടവളെ അതിൽ സംശയം? ഒരിക്കലും കൊടുക്കാതിരിക്കാൻ പാടില്ല, കൊടുക്കുക തന്നെ ചെയ്യുക. ആ സമയത്ത് അബൂ തുൽഹയുടെ പ്രിയപ്പെട്ടവൾ പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ടവനെ, അങ്ങയുടെ പ്രിയപ്പെട്ട മകനെയും അപ്രകാരം തന്നെ അങ്ങ് വിധിച്ചോളൂ, കരുതിക്കോളൂ. അള്ളാഹു നമുക്ക് നൽകിയതായ പൊന്നുമോൻ കഴിഞ്ഞ ദിവസങ്ങളിൽ രോഗിയായി മരണപ്പെട്ടു പോയി. ഇത് കേൾക്കേണ്ട താമസം മഹാനായ അബൂ തുൽഹ റളിയല്ലാഹു തആല അൻഹു ഭയങ്കര വിഷമത്തോടുകൂടി ഫനദിമ അബൂ തുൽഹ, വളരെയധികം പ്രയാസത്തോടുകൂടി ബുദ്ധിമുട്ടോടുകൂടി ചാടി എഴുന്നേറ്റ് കൊണ്ട് അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് ചെന്നുകൊണ്ട്, പ്രിയപ്പെട്ട ഭാര്യ തന്നോട്, നബിയെ, വഞ്ചന കാണിച്ചിരിക്കുന്ന കഴിഞ്ഞ ദിവസം ഞാൻ വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമകൻ്റെ മരണവാർത്ത മറിച്ചു വെച്ചു എന്ന് മാത്രമല്ല, എനിക്ക് കഴിക്കാനുള്ള ഭക്ഷണം തന്നു, കുളിക്കാനുള്ള വെള്ളം തന്നു, എന്നോടൊപ്പം ശാരീരിക ബന്ധത്തിലും ഏർപ്പെട്ട ശേഷമാണ് എന്നോട് ചോദിക്കുന്നത്, എന്നോട് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമകൻ മരണപ്പെട്ടു എന്നുള്ള വാർത്ത. ആ സമയത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ തുൽഹ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മുഖത്ത് ചൂണ്ടിക്കൊണ്ട് ചോദിക്കുന്നു, അബൂ തുൽഹ, സ്വർഗീയമായ ലോകത്ത് സുന്ദരികളായ ഹൂർലിങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം അബൂ തുൽഹ താങ്കൾക്കറിയുമല്ലോ? അതേ യാ റസൂലല്ലാഹ്, സുന്ദരികളായ സ്വർഗീയ സുന്ദരികൾ സ്വർഗീയ ലോകത്ത് കൂടി വിലാസുന്നു. അവർക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതീവ സൗന്ദര്യവും അതീവ മഹത്വവും കൽപ്പിച്ചിരിക്കുന്നു. ആ സമയത്ത് റസൂലുള്ളാഹി പറയുന്നു, എന്നാൽ അബൂ തുൽഹ, ആ സ്വർഗീയ ഹൂർലിങ്ങളെക്കാളും മഹത്തരമുള്ള സുന്ദരിയായ ഏറ്റവും മഹത്വം നൽകിയതായ ഒരു സ്ത്രീ മദീനയിലുണ്ടെന്ന് പറഞ്ഞാൽ താങ്കൾ വിശ്വസിക്കുമോ? എന്നാൽ ഞാൻ പറയുന്നു, അബൂ തുൽഹ, അങ്ങനെ ഒരു സ്ത്രീയുണ്ട്, നിങ്ങളുടെ ഭാര്യയാണ് അബൂ തുൽഹ. എന്നിട്ട് പറയുന്നു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം, ബാറക്കല്ലാഹു ഫീ ലൈലതികുമാ, കഴിഞ്ഞ ദിവസത്തെ രാത്രിയിൽ അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. ആ ബന്ധത്തിൽ, കഴിഞ്ഞ ദിവസം നിങ്ങൾ ശാരീരികമായി ബന്ധപ്പെട്ടതിൽ അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. ആ ബന്ധത്തിൽ 12 മക്കൾ മഹാനായ അബൂ തുൽഹയ്ക്ക് ശേഷം തുടർന്നുണ്ടാവുകയും അതിൽ ഒരു മകനുണ്ടാവുകയും ആ പുത്രന് 12 മക്കൾ ഉണ്ടാവുകയും ആ 12 പേര് ഹാഫിളാകുകയും ചെയ്തു. അള്ളാഹു ആ കുടുംബത്തിൽ അള്ളാഹിൻ്റെ റസൂലിൻ്റെ ദുആ കിട്ടി, ബർക്കത്ത് നൽകി. അപ്പോൾ ആ ക്ഷമിച്ചതിൻ്റെ ഫലമായി കൊണ്ട് അള്ളാഹു നൽകിയ സൗഭാഗ്യം എത്രത്തോളം വലുതാണ്. അള്ളാഹു ക്ഷമയെ മുറുകെ പിടിക്കുവാനുള്ള സൗഭാഗ്യം നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.